കോൺഗ്രസിന് വിശേഷിപ്പിക്കാവുന്ന നേതാക്കളെല്ലാവരും തന്നെ അവിടെയാണ്. സൂരജിനെ പോലെയുള്ള യുവാക്കൾ പോലും വിജയിച്ചു കയറുന്നു എന്നത്, സന്ദീപ് വാര്യരെ പോലെയുള്ള നേതാക്കൾ വിജയിച്ചു കയറുന്നു എന്നത്, അങ്ങനെ യുവാക്കളുടെ ഒരു നിര തന്നെയായിരിക്കും ഇനി നമ്മൾ നിയമസഭയിലേക്ക് കാണാൻ പോകുന്നത്. അവിടെ എന്താണെങ്കിലും അബിൻ വർക്കിയുടേത് ഒരു മികച്ച വിജയം തന്നെയായിരുന്നു. അഭിനയം ഈ സൂചിപ്പിക്കുന്ന പോലെ എവിടെയായിരിക്കും മത്സരിപ്പിക്കുക എന്നത് സംബന്ധിച്ച് തുടക്കത്തിൽ ചില ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അതാണ് പിന്നെ എൽദോ ഉപദേശിച്ച് ആറന്മുളയിൽ തന്നെ എത്തിച്ചത്. അവിടെ എന്തായാലും വിജയിച്ചു കയറുകയും ചെയ്തു. അബിൻ അങ്ങനെ മിന്നുന്ന വിജയം ആണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്. അങ്ങനെ യു ഡി എഫിന് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ഒരു ഫൈനൽ ഫിഗർ കൊടുത്തിരുന്നില്ല. 3500 എന്നൊരു ഫിഗറിലേക്ക് വരുന്നുണ്ട്. 3500 എന്ന ഫിഗറിലേക്ക് വട്ടിയൂർക്കാവിൽ 9679 വോട്ടിനാണ് സി പി ജോണിന്റെയും മിന്നുന്ന വിജയം. ഒരു പക്ഷേ ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ യു ഡി എഫിന്റെ ഒരു താത്വിക മുഖം എന്നോ ഭൗതിക മുഖം എന്നോ ഒക്കെ പറയാമായിരുന്ന സി പി ജോൺ പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇത്തവണ എന്തായാലും കഷ്ടകാലം ഉണ്ടായില്ല. സീറ്റ് കൊടുക്കും എന്നും അവിടെയും ഉണ്ടായിരുന്നു. വി ഡി സതീശനുമായി ചില അസ്വാരസ്യങ്ങൾ പല പാർട്ടി നേതാക്കൾക്കും. പക്ഷേ അതിലും ഒരു മികച്ച നിലപാട് യു ഡി എഫ് തീരുമാനിച്ചു, കോൺഗ്രസ് തീരുമാനിച്ചു എന്ന് തന്നെ പറയാം. കാരണം സി പി ജോണിന് ഇങ്ങനെ ഒരു സീറ്റ് നൽകുമ്പോൾ അങ്ങനെ ആ തന്ത്രവും വിജയിക്കുന്നു. തിരുവനന്തപുരത്ത് തലസ്ഥാന മണ്ഡലത്തിൽ അടക്കമുള്ള തന്ത്രങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ ഒരു കൂട്ടം യു എം എൽ എമാർ, നേരത്തെ അഭിലാഷ് പറഞ്ഞ ഒരു കൂട്ടം യു എം എൽ എമാർ കോൺഗ്രസിന്റെ ലീഗിന്റെ ഭാഗത്ത് നിന്ന് നിയമസഭയിലേക്ക് പോവുകയാണ്. അതെ, ഈ പ്രായം എന്താണ് ഒരു പ്രായത്തിന്റെ പരിധി, പ്രായമുള്ള അനുഭവസ്ഥരായ ആളുകൾ ഉണ്ടെങ്കിൽ പോലും നിരവധി യു എം എൽ എമാർ ജയിച്ചു കയറുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഫാത്തിമ തഹ്ലിയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖം എന്ന് വേണമെങ്കിൽ ഉണ്ട്. യെസ്, എന്ത് തന്നെയാണെങ്കിലും ഇത്തവണ മിന്നുന്ന വിജയം ആണ് യു ഡി എഫിന് ഓരോ മണ്ഡലങ്ങളിലും നേടാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ യു ഡി എഫ് ഭരണം ഉറപ്പിക്കുമ്പോൾ യു ഡി എഫ് ക്യാമ്പുകളെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മുന്നോട്ട് പോക്കാണ്. അബിൻ വർക്കി ജയിച്ചു. അബിൻ വർക്കി 18,011 വോട്ടുകൾക്ക് ജയിച്ചു. അബിൻ വർക്കിയുടെ വിജയം പ്രഖ്യാപിച്ചു. വീണ ജോർജ് തോറ്റു. ആറന്മുളയിൽ 18,011 വോട്ടുകൾക്ക് അബിൻ വർക്കി വിജയിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. അബിൻ വർക്കി ജയിച്ചിരിക്കുന്നു 18,011 വോട്ടുകൾക്ക്. അബിൻ വർക്കിയെ വളരെ നേരത്തെ തന്നെ എന്തോ വിജയിപ്പിച്ചതാണ്. അത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. വീണ്ടും വീണ്ടും അബിൻ വർക്കിയെ വിജയിപ്പിക്കുന്നുണ്ട്. മണലൂരിലാണ് ഇപ്പോൾ ഒരു ട്വിസ്റ്റ്, ക്ലൈമാക്സ് നടക്കുന്നത്. മണലൂരിൽ ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ സി രവീന്ദ്രനാഥിന്റെ ലീഡ് കേവലം 675 മാത്രമാണ്.